കൊല്ലം വലിയ കൂനമ്പായിക്കുളം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തൃക്കൊടിയേറി 10 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിശേഷാൽ പൂജകളും ചരിത്രപ്രസിദ്ധമായ ചടങ്ങുകളും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ നാളുകളിൽ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഫെബ്രുവരി 23 ഉത്സവത്തിന് സമാപനമാകും. ചരിത്രപ്രസിദ്ധമായ വലിയ കൂനമ്പായിക്കുളത്തമ്മയുടെ മണ്ണിൽ ഉത്സവ നാളുകൾക്ക് തുടക്കമായി. പുഷ്പാലങ്കൃതമായ ക്ഷേത്രസന്നിധി കൊടിയേറ്റ് ദിനത്തിൽ ഭക്തിസാന്ദ്രമായിരുന്നു. ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ കുമരകം ജിതിൻ ഗോപാൽ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. കുംഭഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടിയോടെ കൊടിയേറി. പ്രകൃതിയോടിണങ്ങി കാവുകളുടെ സമ്പ്രദായത്തിൽ പഴയ തനിമയോടെയും ആചാരപ്പെരുമയോടെയും നിലനിൽക്കുന്ന ക്ഷേത്രമാണ് വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. കേരളത്തിലെ ശാക്തേയ കാവുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് വലിയ കൂനമ്പായിക്കുളം മഹാദേവി ക്ഷേത്രം. ഭദ്രകാളി സമ്പ്രദായങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം സമന്വയിക്കുന്ന ഒരു തിരുവുത്സവമാണ് 10 നാൾ ഭരണി പര്യന്തം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ചന്ദ്രപ്പൊങ്കൽ ഉൾപ്പെടെ ക്ഷേത്രത്തിലെ ഓരോ ആചാരങ്ങളും പ്രസിദ്ധമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു അനുഷ്ഠാനമാണ് ചന്ദ്രപ്പൊങ്കൽ. കാരണം കേരളത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ രാത്രികാലങ്ങളിലുള്ള കലങ്കരി അഥവാ അല്ലെങ്കിൽ പൊങ്കാല തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം. തമിഴ്നാട് സമ്പ്രദായമാണ് പകലുള്ള പൊങ്കാലകൾ. അതിൽ കേരളീയ സമ്പ്രദായങ്ങളിൽ കാളിയുടെ കാവുകളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ചന്ദ്രപ്പൊങ്കൽ. ആ അർത്ഥത്തിൽ ചന്ദ്രപ്പൊങ്കൽ വളരെ പ്രാധാന്യമുണ്ട്. 10 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ അഷ്ടനാഗപൂജ, കളമെഴുത്തുംപാട്ട്, തോറ്റംപാട്ട്, വട്ടിപ്പടുക്ക സമർപ്പണം, തിരുമുൻപിൽ പറസമർപ്പണം, ഉത്സവബലി, വടക്കുംപുറത്ത് ഗുരുതി, ചന്ദ്രപ്പൊങ്കൽ തുടങ്ങി കെട്ടുകാഴ്ചകളും ശിവരാത്രി വ്രതവും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും. എല്ലാ വർഷത്തേക്കായി വിപുലമായിട്ടാണ് ഈ പ്രാവശ്യത്തെയും ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. കൂടാതെ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും മനോഹരമായ രീതിയിൽ വൈദ്യുത ദീപാലങ്കാരങ്ങളോടെയും മറ്റ് ആഘോഷ പരിപാടികളോടെയാണ് ഈ വർഷത്തെ ഉത്സവ ദിനങ്ങൾ 10 ദിവസവും കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ വലിയ ഒരു പങ്കാളിത്തമാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് രാവിലെ 8:30-നും 9:30-നും നടക്കുന്നതോടുകൂടി ഭക്തജന ബാഹുല്യം കൊണ്ട് ഇവിടെ ഭക്തജനങ്ങൾ ഒരുപാട് പേര് കാര്യം പറയിടുന്നതിന് വേണ്ടിയായാലും പൊങ്കലിടുന്നതിനായാലും വട്ടിപ്പടുക്ക നിവേദ്യം സമർപ്പിക്കുന്നതിനെല്ലാം വളരെയധികം ജനപങ്കാളിത്തമാണ് എല്ലാ വർഷങ്ങളിലും നടക്കുന്നത്. ഈ വർഷം ഒരു 20% ഭക്തജനങ്ങളുടെ കൂടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 23-ന് ആറാട്ടോടുകൂടി കൊടിയിറങ്ങും. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുക. ജനം, കൊല്ലം.